ഹലോ ഫ്രണ്ട്സ്, ഒരു ട്രേഡ് അപ്ഡേറ്റ് വീഡിയോ ആണ്. ഈ ഒരു ട്രേഡ് നമ്മൾ മോർണിംഗ് നമ്മുടെ ലൈവ് സ്ട്രീമിൽ എടുത്തതാണ്. സോ ഇതിൻ്റെ ലോജിക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രീം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ട്രീം ഓപ്പൺ ആക്കി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലോജിക്ക്. സോ നമുക്ക് നോക്കാം. സോ AUD ഓൾറെഡി നല്ല രീതിയിലുള്ള ബുള്ളിഷ് ആയിരുന്നു, നല്ലൊരു ട്രെൻഡിങ് മാർക്കറ്റായിരുന്നു. ആ ഒരു റെസിസ്റ്റൻസിൻ്റെ ബ്രേക്കൗട്ടിൽ വന്ന പുതിയ ബയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഹണ്ട് ചെയ്തു. ബിഗ് പ്ലെയേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു തുടങ്ങി. സോ മാർക്കറ്റ് സ്ട്രക്ചർ ഹയർ ഹൈസിൽ നിന്നും ലോവർ ലോസിലോട്ട് മാർക്കറ്റ് സ്ട്രക്ചർ മാറി. സോ ആ ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രേക്കൗട്ടിൽ പുതിയ സെല്ലേഴ്സിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇൻവൈറ്റ് ചെയ്തു. ഓക്കെ, സോ വീണ്ടും ഒരു ലോവർ ലോസിലോട്ട് മാർക്കറ്റ് പോകുന്നതിന് പകരം അവിടെ ഒരു ലോവർ ലോ ഫെയിലർ നമ്മൾ കണ്ടു, മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടു. സോ ആ ഒരു സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു W പാറ്റേൺ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ സൈഡിലോട്ട് എൻട്രി എടുക്കും ആ ഒരു സപ്പോർട്ടിൻ്റെ മുകളിൽ. അതുപോലെ തന്നെ മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ നമ്മുടെ ടാർഗറ്റ് ആയിരിക്കും എന്നുള്ളത്. സോ അതിനുശേഷം നമുക്കൊരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടി. നമ്മൾ ആ ഒരു എൻട്രി ഇനീഷ്യേറ്റ് ചെയ്തു. നിങ്ങൾക്ക് ടെർമിനലിൽ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഒരു പിപ്പ് റേഞ്ച് ആയിരുന്നു, അത്രയും ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1:12 റിസ്ക് റിവാർഡ് റേഷ്യോ ആയിരുന്നു, 1:12 റിസ്ക് റിവാർഡ് റേഷ്യോ ആയിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു ലൈവ് നമ്മൾ നിർത്തിയായിരുന്നു. ദെൻ നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ചെറിയ രീതിയിൽ ഒന്ന് മുകളിലോട്ട് പോയെങ്കിലും തിരിച്ച് നമ്മുടെ ആ ഒരു എൻട്രി പോയിൻ്റ് വരെ വന്നായിരുന്നു. സോ ഞാൻ വെയിറ്റ് ചെയ്തു. കാര്യം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ആദ്യത്തെ ആ ഒരു ക്യാൻഡലിൻ്റെ താഴെ ആയിരുന്നു. അതിൻ്റെ താഴെ പോയാൽ മാത്രമേ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മാറിയെന്ന്, അല്ലാണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത അനലൈസ്മെൻറ്റിൽ വ്യത്യാസം വന്നു എന്ന് ഐഡൻറ്റിഫൈഡ് ആവുള്ളൂ. സോ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് സമയം മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ ഹയർ ഹൈസ് ഒക്കെ ഉണ്ടാക്കി ആ ഒരു ബ്രേക്കൗട്ടിന് ശേഷം നല്ലൊരു മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റി മാർക്കറ്റിൻ്റെ അകത്ത്. ഒരുപാട് ടൈം മാർക്കറ്റ് ഒന്ന് കൺസോളിഡേഷൻ ലെവലിൽ നിന്നെങ്കിലും പ്രോപ്പർ മൊമെൻറ്റം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. സോ ഇവിടെ ഞാൻ എൻ്റെ ക്വാണ്ടിറ്റി എന്തായാലും പാർഷ്യലി ബുക്ക് ചെയ്യുകയാണ്. അതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ 6 മണി നമുക്ക് ഈ പറഞ്ഞ ഗോൾഡിൻ്റെ അകത്തൊരു ന്യൂസ് വരാനുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിമും അതുപോലെ തന്നെ കോർ PPI എന്ന് പറഞ്ഞ 2 ന്യൂസ് വരാനുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷൻസ് എന്തായാലും പാർഷ്യലി ക്ലോസ് ചെയ്യാണ്. അതുപോലെ നിലവിലുള്ള പൊസിഷൻസിൻ്റെ സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ ഞാൻ ട്രിഗർ ചെയ്യാണ്. ഇത്തിരി കാര്യം ന്യൂസാണ്, എങ്ങനെ ക്യാൻഡിൽ കാര്യങ്ങൾ വരുമെന്ന് പറയാൻ പറ്റില്ല. സോ ഞാൻ എന്തായാലും ലോസ് ഇല്ലാത്ത ലെവലിൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യാണ്. കോസ്റ്റ് ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഫോറക്സ് ഫാക്ടറി ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വരാനിരിക്കുന്ന ആ ന്യൂസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. സോ ടോട്ടൽ 3 ന്യൂസാണ് ഉണ്ടായിരുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ന്യൂസിന് ഒരു 50 സെക്കൻഡ് കൂടെ ബാക്കിയുള്ളൂ. ഓക്കെ, ബാക്കി 5 സെക്കൻഡ്, 4 സെക്കൻഡ്, 3 സെക്കൻഡ്, 2 സെക്കൻഡ്, 1 സെക്കൻഡ്. ലെറ്റ്സ് ഗോ. സ്റ്റക്കായാ? ഓക്കെ, ന്യൂസ് റിജക്ഷൻ വന്നിട്ടുണ്ട്. സോ മിക്കവാറും ഒരു ഓക്കെ, ഞാൻ എന്തായാലും പൊസിഷൻസ് ക്ലോസ് ചെയ്തു മാനുവലി. കാര്യം റിജക്ഷൻ വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ എന്തായാലും ഞാൻ വില്ലിങ് അല്ല. ഉള്ള പ്രോഫിറ്റ് ഞാൻ എന്തായാലും ഗ്രീഡിനെസ് കാണിക്കുന്നില്ല. ഞാൻ ഒരു പൊസിഷൻസ് കാര്യങ്ങൾ ക്ലോസ് ചെയ്തു. ന്യൂസ് ക്യാൻഡിൽ എപ്പോഴും ചിലപ്പോൾ നമ്മുടെ ഫേവറിന് പോയി കഴിഞ്ഞാൽ 10-200 പോയിൻറ്റ്സ് അല്ലാണ്ടെങ്കിൽ 10-30 പിപ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പം നിങ്ങളൊരു ട്രേഡിംഗ് ബിഗിനറോ അല്ലാണ്ടെങ്കിൽ ട്രേഡിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മാക്സിമം അതിനുള്ള റിപ്ലൈസും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും.